ദിവ്യ തിരിച്ചു വന്നോ? ദിവ്യ ഓക്കെ ഓക്കെ നോക്കിക്കോളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ലാർജ് ഇലക്ട്രോ നെഗറ്റീവ് ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞ് കുറേ കോൺസെപ്റ്റ് എഴുതിയല്ലോ. ഓക്കെ, അതായത് നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. കെമിക്കൽ ബോണ്ട് എന്ന് പറയുമ്പോൾ ഒരു എലമെൻറ്റിലെ രണ്ട് എലമെൻറ്റിലെ അതിൻ്റെ ആറ്റങ്ങൾ തമ്മിലുണ്ടാകുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ്. അത് 3 രീതിയിലുണ്ടാവാം. ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് അയോണിക് ബോണ്ട് ഉണ്ടാവാം, ഇലക്ട്രോണിനെ ഷെയർ ചെയ്തിട്ട് കോവാലൻ്റ് ബോണ്ട് ഉണ്ടാവാം, ഇലക്ട്രോണിനെ ഒരാൾ ഷെയർ ചെയ്ത് ഒരാൾ കൊടുത്തു മറ്റേ ആൾ മേടിക്കും, ഇയാൾ എന്ത് ചെയ്യും, അല്ല ഇയാൾ ഷെയർ ചെയ്ത് കൊടുക്കുക, ഏതാ ഒരാളാണ് ഷെയറിങ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ അതിനെ കോർഡിനേറ്റ് ബോണ്ട് എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അതുമൂലമുണ്ടാകുന്ന കോമ്പൗണ്ടുകളെ നമ്മൾ എന്തെന്ന് വിളിക്കും? അയണിക് കോമ്പൗണ്ട്, കോവാലൻ്റ് കോമ്പൗണ്ട് അഥവാ കോർഡിനേറ്റ്, അല്ലെങ്കിൽ എന്താണ് ഡേറ്റീവ് ബോണ്ട് അല്ലേ, കോർഡിനേറ്റ് ബോണ്ട് അഥവാ ഡേറ്റീവ് ബോണ്ട്. ഇനി നമ്മൾ ഓരോ ബോണ്ടിനെ പറ്റിയും പഠിക്കുകയാണ്. ഇലക്ട്രോ വാലൻ്റ് ബോണ്ടാണ് അല്ലെ അയണിക് ബോണ്ടാണ് ആദ്യം പഠിക്കാനുള്ളത്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. സ്റ്റേബിൾ ആവാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? സ്റ്റേബിൾ ആവാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യുകയും ഇലക്ട്രോൺസിനെ ഗെയിനും ലോസും ചെയ്തിട്ടാണ് ശരിക്കും ഇലക്ട്രോ വാലൻ്റ് ബോണ്ട് ഉണ്ടാകുന്നതെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതുമൂലം ഉണ്ടാകുന്ന കോമ്പൗണ്ടുകളെയാണ് ഇലക്ട്രോ വാലൻ്റ് കോമ്പൗണ്ട് അഥവാ അയണിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇലക്ട്രോ വാലൻസി എന്ന് പറയുമ്പം എന്തോരം ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തോ അഥവാ എന്തോരം ഇലക്ട്രോണിനെ ലോസ് ചെയ്തോ. പിന്നെ ഒരു ഇലക്ട്രോ വാലൻ്റ് ബോണ്ട് ഫോം ചെയ്യാൻ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. 1, അയണൈസേഷൻ പൊട്ടൻഷ്യൽ കുറവായിരിക്കണം. 2, ഹൈ ഇലക്ട്രോൺ അഫിനിറ്റി ആയിരിക്കണം. 3, ലാർജ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ആയിരിക്കണം. അതും പറഞ്ഞു. ഓക്കെ ആണല്ലോ. പിന്നെ ഏറ്റവും നല്ലതായിട്ട് അയണിക് ബോണ്ട് ഫോം ചെയ്യുന്നത് ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം ഗ്രൂപ്പ് 13ഉം ആയിരിക്കും പെട്ടെന്ന് ഇത് ചെയ്യുന്നത്. പിന്നെ ഗ്രൂപ്പ് 15ഉം ഗ്രൂപ്പ് 16ഉം ഗ്രൂപ്പ് 17ഉം നല്ല രീതിയിൽ എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ ഗെയിനും ചെയ്യും. ഓക്കെ ആണല്ലോ. നീ ശ്രദ്ധിക്കണം. നീ അവിടെ ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിക്കണം. എന്ത് പറ്റി? എവിടെ? ഓക്കെ, അപ്പം എഴുതിക്കോളൂ. ഇനി ബാക്കിയുള്ള എഴുതിക്കോളൂ. ബാക്കിയുള്ളതിൻ്റെ ബാക്കിയായിട്ട് എഴുതിക്കോളൂ. ഇടയ്ക്കിടയ്ക്ക് കേട്ടോ, ഇവിടെ ശ്രദ്ധിക്കണം. ഓക്കെ, എഴുതിക്കോ. ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതിക്കോ. മെറ്റൽസ് ഓഫ് ഗ്രൂപ്പ് 1, 2 and 13 have tendency to lose their valence electrons have tendency to lose their valence electrons. So they will combine with the non-metal of group 15, 16 and 17 which have a tendency to gain electron and form ionic bond അടുത്ത ഡോട്ടിട്ട് വിച്ച് ഇസ് ദ മോസ്റ്റ് അയണിക് കോമ്പൗണ്ട് എന്ന് ചോദിച്ചാൽ സീസിയം ഫ്ലൂറൈഡ്, CaESium, സീസിയം ഫ്ലൂറൈഡ് ഈസ് ദ മോസ്റ്റ് അയണിക് കോമ്പൗണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോണം. ഇനിയും അടുത്തൊരു ഹെഡിങ് പോലെ നമുക്ക് വേണമെങ്കിൽ എഴുതാം. Why are
അയോണിക് കോമ്പൗണ്ട് സ്റ്റേബിൾ. അപ്പോൾ നമുക്കറിയാം എന്തുകൊണ്ടാണ്. ഇപ്പം സോഡിയം ക്ലോറിനോട് ചേർന്നിട്ട്, സോഡിയം ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻ്റ് ആണ്, ക്ലോറിൻ 17 ഗ്രൂപ്പ് എലമെൻ്റ് ആണ്. സോഡിയത്തിന് പെട്ടെന്ന് ഇലക്ട്രോണെ വിട്ടുകൊടുക്കാനും പറ്റും, ക്ലോറിന് പെട്ടെന്ന് ഇലക്ട്രോണെ വാങ്ങിക്കാനും പറ്റും. സോഡിയത്തിന് ലോ ഇലക്ട്രോൺ അയണൈസേഷൻ എനർജിയാണ്, ക്ലോറിന് ഹയർ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയാണ്, അതേപോലെ തന്നെ ഹയർ ഇലക്ട്രോൺ അഫിനിറ്റിയുമാണ് ക്ലോറിന്. അതായത് സോഡിയവും ക്ലോറിനും തമ്മിൽ അയണിക് ബോണ്ടാണ് ഉണ്ടാകുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സോഡിയം ഗ്രൂപ്പ് 1-ലും ക്ലോറിൻ ഗ്രൂപ്പ് 17-ലുമാണ്. ഗ്രൂപ്പ് 1-ലുള്ള ആൾക്കാരെല്ലാം പെട്ടെന്ന് ഒരു ഇലക്ട്രോണിനെ കൊടുക്കാൻ കഴിവുള്ളവരാണ്, അതായത് ലോ അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഉള്ളവരാണ് അവരെല്ലാം. ശരിയല്ലേ? അയണൈസേഷൻ കുറച്ച് മതി, അപ്പോഴത്തേക്ക് ഒരു ഇലക്ട്രോൺ റിലീസാവും. അവരെ സംബന്ധിച്ച് ഗ്രൂപ്പ് 17-ലെ സംബന്ധിച്ച് അവർ വളരെ സൈസ് കുറവായതുകൊണ്ട് തന്നെ അവർക്ക് ഇലക്ട്രോൺ അഫിനിറ്റി വളരെ കൂടുതലായിരിക്കും. മാത്രമല്ല ഇവർ തമ്മിലുള്ള ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ഫ്ലൂറിനാണ് മോസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റീവ് എലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരാൾ ഇലക്ട്രോണിനെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, മറ്റേ ആൾ ഇലക്ട്രോണിനെ മേടിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തിനു വേണ്ടിയാ? സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഇവരെന്ത് ചെയ്താൽ മതി? ഇവർ തമ്മിലൊരു ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ്റെ ഇലക്ട്രോണിനെ അവന് കിട്ടും, അവൻ്റെ ഇലക്ട്രോൺ കുറവിനെ ഇവന് നികത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? അയണിക് കോമ്പൗണ്ട് മോർ സ്റ്റേബിൾ ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് എഴുതിക്കോ. അയണിക് കോമ്പൗണ്ട്സ് are formed by ions, but there also exists a repulsive force between ions for like charge. Since the electrostatic force of attraction between opposite charge is much higher. Ions for like charge. Since the electrostatic force of attraction between opposite charges is much higher, it makes the ionic compound more stable. It makes ionic compound more stable. Ionic compounds are formed by ions, but there also exists a repulsive force between the ions for like charges. Since the electrostatic force of attraction between the opposite charges is much higher, it makes the ionic compound more stable. അതായത് നമുക്കറിയാമല്ലോ, ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. നോക്കിക്കോളൂ, NA-ക്കകത്ത് 281 ആണ്, ക്ലോറിനകത്ത് 287 ആണ്. ഒരു ഇലക്ട്രോൺ തന്നെ ഇങ്ങോട്ട് കൊടുക്കുന്നു. ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇത് Na പ്ലസ് ആവുന്നു, ഇത് Cl മൈനസ് ആവുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് ചാർജുകൾ തമ്മിൽ നമുക്ക് ഓൾറെഡി അറിയാം, ഓപ്പോസിറ്റ് ചാർജ് തമ്മിൽ എന്തായിരിക്കും? നല്ല അട്രാക്ഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അവർ നല്ല സ്റ്റേബിൾ ആയിട്ടിരിക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? അതുകൊണ്ടാണ് അവർ സ്റ്റേബിൾ ആയിട്ടിരിക്കാൻ കാരണം. ഓക്കെ, ഇൻ അഡീഷൻ ടു ഇൻഡിവിജ്വൽ സ്റ്റെബിലിറ്റി ദേ ഓൾസോ അറ്റൈൻ ഗ്രൂപ്പ് സ്റ്റെബിലിറ്റി. അവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുമ്പോഴും ഈ ഓപ്പോസിറ്റ് ചാർജ് കാരണം എന്താണ്? അവർ അട്രാക്ട് ചെയ്തിരിക്കും, അവർ നല്ല സ്റ്റേബിളാണ്. മനസ്സിലായോ വിഷയല്ലേ? ഓക്കെ, നമ്മുടെ ദിവ്യക്ക് ഓക്കെ. നമുക്ക് ആ സോഡിയം ക്ലോറൈഡിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ വരയ്ക്കാം. അതിനു മുമ്പ് പ്രോപ്പർട്ടീസ് ഓഫ് ആറ്റം നമുക്കറിയാമല്ലോ. സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ടാണ് Na+ ആകുന്നത്. അപ്പം ഇതിനെ ആറ്റം എന്ന് പറയും, ഇതിനെ അയോൺ എന്ന് പറയും.
ഈ ആറ്റം ഒരു ഇലക്ട്രോൺ വിട്ട് അയോൺ ആകുമ്പോൾ ഇവരുടെ പ്രോപ്പർട്ടീസ് എല്ലാം എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? ഇവരുടെ പ്രോപ്പർട്ടീസ് എല്ലാം എന്ത് ചെയ്യും? ചേഞ്ച് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ എന്തെന്ന് എഴുതാം? അങ്ങനെയെങ്കിൽ എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാം? ആറ്റത്തിനൊരു പ്രോപ്പർട്ടി ആയിരിക്കും, അയോണിന് വേറൊരു പ്രോപ്പർട്ടി ആയിരിക്കും. ഈവൻ സെയിം ആറ്റങ്ങൾക്ക് ഇപ്പം സോഡിയം എന്ന് പറയുന്ന ആറ്റത്തിൻ്റെ പ്രോപ്പർട്ടി ആയിരിക്കത്തില്ല സോഡിയം എന്ന് പറയുന്ന അയോണിന്. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒരു ഹെഡിങ് എഴുതുക. കമ്പാരിസൺ ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് sodium atom and sodium ion. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കമ്പാരിസൺ. വേണം നിങ്ങൾക്ക് ബോക്സ് ആയിട്ട് നിങ്ങൾ ടെക്സ്റ്റിനകത്തെ പോലെ ചെയ്യാം. അതായത് ആദ്യം കളർ നോക്കാം നമുക്ക്. അതായത് കളർ ഇത് പ്രോപ്പർട്ടി എന്ന് കൊടുക്കാം. ഒരു ഹെഡിങ് പ്രോപ്പർട്ടി. ഇത് Na ആറ്റം, ഇത് Na അയോൺ, സോഡിയം അയോൺ. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി കളറിൻ്റെ കേസിൽ സോഡിയം ആറ്റം ആണെങ്കിൽ അത് സിൽവറി വൈറ്റ് ആണ്. എന്നാൽ സോഡിയം അയോൺ എന്താ? കളർലെസ് ആണ്. ടോക്സിസിറ്റിയുടെ കാര്യത്തിൽ ടോക്സിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അത് സോഡിയം ആറ്റം പോയിസണസ് ആണ്. പക്ഷെ സോഡിയം അയോൺ വരുമ്പോഴത്തേക്കും അത് നോൺ പോയിസൺ ആണ്. അതുകൊണ്ടാണ് ഉപ്പ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. ഉപ്പ് എന്തുവാ? സോഡിയം ക്ലോറൈഡ്. അതിനകത്ത് സോഡിയം ഉണ്ട്, പക്ഷെ സോഡിയം ആറ്റം അല്ല. സോഡിയം ആറ്റം ഒരു ഇലക്ട്രോൺ മാറ്റിയിട്ട് സോഡിയം അയോൺ ആണ്. അതുകൊണ്ടാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. അല്ല നമ്മൾ തട്ടിപ്പോയനെ. മനസ്സിലായോ? ഏതാ? ഈ കളർലെസ് എന്ന് പറഞ്ഞാൽ കളറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കളറില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ആണോ? അത് വൈറ്റാ. മനസ്സിലായോ? ഇപ്പം സോൾട്ട്, ഇപ്പം കോപ്പർ സൾഫേറ്റ് സോൾട്ട് എടുത്തു കഴിഞ്ഞാൽ നീല കളറാണ്. ഫെറസ് സൾഫേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഗ്രീൻ കളറാണ്. സിങ്ക് എടുത്തു കഴിഞ്ഞാൽ ജലാറ്റിനസ് ആയിട്ടുള്ളൊരു വൈറ്റ് കളറാണ്. മനസ്സിലായോ? കളർലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയവും ക്ലോറിനും കൂടെ ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? സോഡിയം ക്ലോറിനും കൂടെ ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? സോഡിയം അയണും ക്ലോറൈഡ് അയണും കൂടെ ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? ഇത് നമ്മൾ ആറുടെ പ്രോപ്പർട്ടി മാത്രമാണ് പറയുന്നത്. പിന്നെ സോൾട്ടിൻ്റെ കേസിൽ കളർലെസ് എന്ന് പറയാൻ ഒരിക്കലും പറ്റത്തില്ല. അതിനാ കളറിൽ ഏതെങ്കിലും ഒരു കളർ കാണും, അറ്റ്ലീസ്റ്റ് വൈറ്റ് കളറിൽ നിന്നാണ്. മനസ്സിലായോ? ഉപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Na+ഉം പിന്നെ എന്തും കൂടെ കമ്പൈൻ ചെയ്താൽ മൈനസും കമ്പൈൻ ചെയ്തിട്ടുള്ള NaCl. അപ്പോൾ സോഡിയത്തിൻ്റെ പ്രോപ്പർട്ടി കാണിക്കണമെന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. ശരി, ഓക്കെ. ക്ലിയർ ആണോ? ഇപ്പം ആരോൺ ചോദിച്ചത് ഒരു ചോദ്യമാണ്. മനസ്സിലായോ? അത് മനസ്സിലായോ മിഷേലേ? മനസ്സിലായി. അതേപോലെ തന്നെ ദിവ്യക്ക് മനസ്സിലായോ? അത് ഓക്കെ. അടുത്തത് കെമിക്കൽ ആക്ഷൻ. ഇവർ വെരി ആക്റ്റീവാണ്, ഇവർ ഇനാക്റ്റീവാണ്. അതെന്തുകൊണ്ടാണ് സോഡിയം അയോൺ ഇനാക്റ്റീവ് ആവുന്നത്? എന്തുകൊണ്ടാണ് മിഷേലെ പറഞ്ഞേ? എന്തുകൊണ്ടാ മിഷേലെ? പറഞ്ഞോ, പെട്ടെന്നാട്ടെ. അറിയാമെങ്കിൽ അറിയാന്ന് പറയില്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞോ, കുഴപ്പമില്ല. അറിയില്ല. അതായത് സോഡിയം ആറ്റത്തിനകത്ത് 281 അല്ലേ? ഇവിടോ 2 അപ്പം ഓൾറെഡി സ്റ്റേബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ ഇനേർട്ടല്ലേ? ആണോ മിഷേലെ? അപ്പൊ പിന്നെ റിയാക്ട് ചെയ്യുവോ? ഇല്ല. ഇവിടെ ഇവന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തുവാ?
ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് കൊണ്ടുവരണം. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യും, ഇവൻ 1 ഇലക്ട്രോണെ എത്രയും പെട്ടെന്ന് കൊടുക്കാൻ ശ്രമിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, മനസ്സിലായോ? ഇവിടെ ഓൾറെഡി സ്റ്റേബിളാണ്, പിന്നെ അവന്മാർ റിയാക്ട് ചെയ്യത്തില്ല, അപ്പോൾ അത് ഇനാക്റ്റീവാണ്. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഫൈൻ. അപ്പം നോക്കിക്കോളൂ. ഇനി അടുത്തത് വാലൻസ് ഷെല്ല്. വാലൻസ് ഷെല്ലിനകത്ത് വാലൻസ് ഷെല്ല്. വാലൻസ് ഷെല്ല് എന്ന് പറയുമ്പോൾ എന്താ? ഇതെന്താ? ഇത് ഇൻകംപ്ലീറ്റ് ആണ്. ഇൻകംപ്ലീറ്റ്. ഇതോ? ഇത് ഇൻകംപ്ലീറ്റ് ഔട്ടർ മോസ്റ്റ് ഷെല്ലാണ്. ഇൻകംപ്ലീറ്റ് ഔട്ടർ മോസ്റ്റ് ഷെൽ. ഇത് കംപ്ലീറ്റ് ഔട്ടർ മോസ്റ്റ് ഷെൽ. അടുത്തത് ഇലക്ട്രിക്കൽ സ്റ്റേറ്റ്. ഇലക്ട്രിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ചാർജ്ഡ് ആണോ അല്ലയോ എന്നുള്ളതാണ് ഇലക്ട്രിക്കൽ സ്റ്റേറ്റ്. ഇതെന്താണ്? ഇതെന്താ? ചാർജ്ഡ് ആണോ? ആറ്റം ചാർജ്ഡ് ആണോ? ആറ്റം ന്യൂട്രലാണ്. ന്യൂട്രൽ. ഇതെന്താ? ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. അതേപോലെ തന്നെ എക്സിസ്റ്റൻസ്. അതെങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? എക്സിസ്റ്റൻസ് എന്ന് പറയുമ്പം സോഡിയം വേറെ ആൾക്കാരുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. കമ്പൈൻഡ്. ഇത് ഇൻഡിപെൻഡൻ്റാണ്. കാരണം ഇവർക്ക് ആരുമായിട്ട് റിയാക്ട് ചെയ്യാൻ ഇനിയും പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ ഒരു ഇൻഡിപെൻഡൻ്റാണ്. ഇൻഡിപെൻഡൻ്റ്. ഓക്കെ, ഇനിയും ഇതേപോലെ തന്നെ നമ്മൾ കമ്പാരിസൺ എഴുതിക്കോ. ഇതേപോലെ തന്നെ കമ്പാരിസൺ ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് ക്ലോറിൻ ആറ്റം ആൻഡ് ക്ലോറൈഡ് അയോൺ. അത് ഈ പറഞ്ഞ പോലെ തന്നെ കളർന്ന് എഴുതുക. കളർ എന്താ? ഇത് പ്രോപ്പർട്ടിയാണ്. പ്രോപ്പർട്ടി. അതേപോലെ തന്നെ ഇത് Cl ആറ്റം, ഇത് Cl അയോൺ. അപ്പോൾ അതിൻ്റെ കളർ എന്ന് പറയുമ്പോൾ ക്ലോറിൻ ആറ്റത്തിൻ്റെ യെല്ലോയിഷ് ഗ്രീൻ ആണ്. ഇവന് കളർലെസ് ആണ്. അതേപോലെ തന്നെ ഓഡർ, സ്മെല്ലുണ്ട്. ഓർഡർ എന്ന് പറയുമ്പോഴത്തേക്കും സഫോക്കേറ്റിംഗ് ആണ്. അതായത് നമുക്ക് ചുമയ്ക്കുകയും ഛർദ്ദിക്കാനും ഒക്കെ വരും. സഫോക്കേറ്റിംഗ്. ഇവർ ഓർഡർലെസ് ആണ്. അതുപോലെ ടോക്സിസിറ്റി. ഇത് പോയിസണസ് ആണ് ആറ്റം, ഇത് നോൺ പോയിസണസ് ആണ്. ഇനിയും കെമിക്കൽ ആക്ഷൻ മറ്റവരെ പോലെ തന്നെയാണ്. കെമിക്കൽ ആക്ഷൻ. ആറ്റം പെട്ടെന്ന് റിയാക്ട് ചെയ്യും, വെരി ആക്റ്റീവാണ്. ഇവർ ഇനാക്റ്റീവാണ്. വാലൻസ് ഷെല്ല് ഇൻകംപ്ലീറ്റ് ആണ്, ഇതാ കംപ്ലീറ്റ് ആണ്. ഇലക്ട്രിക്കൽ സ്റ്റേറ്റ് നേരത്തെ പോലെ തന്നെയാണ്. ആറ്റം ന്യൂട്രലാണ്. ഓൾ ആറ്റം ഇസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ഇത് നെഗറ്റീവ്ലി ചാർജ് ആണ്. എക്സിസ്റ്റൻസ് നേരത്തെ പോലെ തന്നെയാണ്. കമ്പൈൻഡ്, അതായത് നോട്ട് ഇൻഡിപെൻഡൻറ്റ്. കമ്പൈൻഡ്. ഇത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇനി ഹെഡിങ് എഴുതിക്കോ. ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ ഓഫ് അല്ലെങ്കിൽ ഓർബിറ്റൽ സ്ട്രക്ചർ ഓഫ് ഇലക്ട്രോവാലന്റ് ബോണ്ടിങ് ഇൻ സോഡിയം ക്ലോറൈഡ്. ഹെഡിങ് എഴുതിക്കോ. ഓർബിറ്റൽ സ്ട്രക്ചർ ഓഫ്. ഹെഡിങ് എഴുതിക്കോ.
orbital structure of electrovalent bonding in sodium chloride NaCl. അതിൽ നമുക്കറിയാം എന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരയ്ക്കുകയാണ്. എന്നെ വരയ്ക്കുന്നു. അതിന് ഒരു ഷെല്ലുണ്ട്, 2 ഷെല്ലുണ്ട്, 3 ഷെല്ലുണ്ട്. ഓക്കെ. ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, രണ്ടാമത്തെ ഷെല്ലിൽ 1 2 3 4 5 6 7 8, മൂന്നാമത്തെ ഷെല്ലിൽ 1 ആണല്ലോ. ക്ലോറിൻ്റെ എങ്ങനെയായിരിക്കും? ക്ലോറിൻ്റെ വേറൊരു കളർ എടുക്കാം, CL എന്ന് പറയുമ്പോഴത്തേക്കും നോക്കിയോ, 1 ഇത് ന്യൂക്ലിയസ്, ഫസ്റ്റ് ഷെല്ല്, സെക്കൻഡ് ഷെല്ല്, തേർഡ് ഷെല്ല്. നോക്കിയോ, ഒന്നാമത്തെ ഷെല്ലിൽ 2, രണ്ടാമത്തെ ഷെല്ലിൽ 2 4 6 8, മൂന്നാമത്തെ ഷെല്ലിൽ 7 1 2 3 4 5 6 7. സ്റ്റേബിൾ ആവാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? ഇവൻ ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ. അപ്പോൾ ഇവരുടെ സ്ട്രക്ചർ തന്നെ ഇങ്ങനെ വരും. നോക്കിയോ, ഒരു ഷെല്ല് അവിടുന്ന്, ഇപ്പോൾ ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ അങ്ങ് പോയെങ്കിൽ പിന്നെ ഇവരുടെ ഷെല്ല് എന്തായിട്ട് മാറി? ഇതെന്തായിട്ട് മാറി? ഇത് 2 ഷെല്ലേ ഉള്ളൂ പിന്നെ. അതായത് വേണ്ട എന്നെ, അതിൻ്റെ ന്യൂക്ലിയസ്, അതിൻ്റെ എന്തായിരിക്കും, അതിൻ്റെ ഫസ്റ്റ് ഷെല്ല്, അതിൻ്റെ സെക്കൻഡ് ഷെല്ല്. ഇന്നലെ നീ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, പേരൻ്റ് ആറ്റത്തിനെക്കാട്ടിലും സൈസ് കുറവാണോ കാറ്റിയോണെന്ന്? പേരൻ്റ് ആറ്റത്തിനേക്കാളും സൈസ് കുറവാണ്. കാരണം ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഇലക്ട്രോണിനെ ന്യൂക്ലിയസ് നല്ലതായിട്ട് പിടിക്കും. കണ്ടോ, പിന്നെ 2 ഷെല്ലേ ഉള്ളൂ ഇവിടെ. ആ 2 ഷെല്ലിൽ നോക്കിയേ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നോക്കിയേ. ഒന്നാമത്തേതിൽ 1, ഒന്നാമത്തേതിൽ 1 2, രണ്ടാമത്തേതിൽ 8 എണ്ണം, 1 2 3 4 5 6 7 8. ഓക്കെ ആണല്ലോ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവനൊരു ബ്രാക്കറ്റ് ഇട്ടിട്ട് ഒരു പോസിറ്റീവ് ചാർജ് കൊടുക്കും. ഇനി ആ ഇലക്ട്രോൺ ഇപ്പുറത്തോട്ട് വന്നെങ്കിൽ എന്ത് ചെയ്യും? ഇവനേക്കാളും സൈസ്, ആനിയോണിന് എപ്പോഴും പേരൻ്റ് ആറ്റത്തിനേക്കാളും സൈസ് കൂടുതലായിരിക്കും. അപ്പം ഇതിനേക്കാളും സൈസ് കൂട്ടിയിട്ട് വേണം വരയ്ക്കാൻ. അപ്പം then ഇങ്ങനെ CL ഫസ്റ്റ് ഷെല്ല്, സെക്കൻഡ് ഷെല്ല്, സെക്കൻഡ് ഷെല്ല്, തേർഡ് ഷെല്ല്. അപ്പം ഇവിടെ നോക്കാം നമുക്ക്. ഇവിടെ ഒന്നാമത്തെ ഷെല്ലിൽ 1 2, രണ്ടാമത്തെ ഷെല്ലിൽ 1 2 3 4 5 6 7 8, മൂന്നാമത്തെ ഷെല്ലിൽ 1 2 3 4 5 6 7, അപ്പുറത്തുനിന്ന് ഒരെണ്ണം കൂടെ വന്നു 8 ആയി. ഓക്കെ. അപ്പുറത്തുനിന്ന് ഒരെണ്ണം കൂടെ വന്നു, അപ്പുറത്തുനിന്ന് ഒരെണ്ണം കൂടെ വന്നു 8 ആയി. ഓക്കെ ആണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ കിട്ടിയോണ്ട് തന്നെ ഇവിടെയും എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഇട്ടിട്ട് എന്ത് ചെയ്യണം? വെളിയിലൊരു മൈനസ് കൊടുക്കണം. ഇവർ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇവനെ ഇങ്ങോട്ടും എന്തുണ്ട്? അട്രാക്ഷൻ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കണം. ക്ലിയർ ആണല്ലോ? ഇവിടെ ഇവൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8 1, ഇവിടെ 2 8 7 ഇത് NAയുടെയാണ്. NA ആറ്റമാണ്. ആറ്റം. ഇത് ക്ലോറൈഡ് ആറ്റം, ഇത് ക്ലോറിൻ ആറ്റം. എന്നാൽ ഇവിടെ വന്നപ്പോൾ എന്തായി? ഇത് NA അയോണായി. ഇവൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8, ഇവൻ ക്ലോറൈഡ് അയോണായി. അവൻ്റേത് 2 8 8. ഇതാണ് സംഭവം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് വരച്ചു വെക്കണം. ഇത് വരയ്ക്കാനുള്ളത്. ആ സൈസ് കൂടുന്നതും സൈസ് കുറയുന്നതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വേണം വരയ്ക്കാൻ കേട്ടോ. എപ്പോഴും കാറ്റിയോണിന് അതിൻ്റെ പേരിനേക്കാളും സൈസ് കുറവും ആനിയോണിന് സൈസ് കൂടുതലായിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഇലക്ട്രോൺസിന് ന്യൂക്ലിയസ് നല്ലതായിട്ട് ശക്തിക്ക് പിടിക്കും, സൈസ് കുറയും. ഒരു ഇലക്ട്രോൺ കൂടെ ആഡ് ആകുമ്പോൾ അവിടെ മറ്റ് ഇലക്ട്രോൺസുമായിട്ടുള്ള അകത്തുള്ള ഏതുകൊണ്ട് റിപ്പൾഷൻ കൂടിയിട്ട് അവന് തെള്ളും. അതുകൊണ്ടാണ് ആനിയൻ സൈസ് കൂടും. പെട്ടെന്ന് വരയ്ക്കണേ, ഫാസ്റ്റായിട്ട് വരയ്ക്കണം.
ഓക്കെ, ഇതിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ വരയ്ക്കാം. ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ ഓഫ് ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ ഓഫ് NaCl. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് മാത്രം ഇവിടെ നോക്കിയോ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഒരു ഇലക്ട്രോൺ മാത്രം ഡോട്ട് ഇട്ട് കാണിക്കുക. പ്ലസ് എന്താണ് Cl, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 എണ്ണം ഉണ്ട്. എന്നിട്ട് ഇതെന്ത് ചെയ്യുക, ഇതിങ്ങോട്ട് വരുന്നതായിട്ട് കാണിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ എഴുതുക. അതായത് Na എന്നിട്ടിട്ട് ഇവിടെ എന്ത് എഴുതുക, Na എന്നിട്ട് ഒരു ഇലക്ട്രോൺ പോയി, അപ്പോൾ എന്താ Na പ്ലസ് എന്ന് എഴുതുക. പിന്നെ അതേപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ നോക്കിയോ, Cl എന്ന് എഴുതുക. 1 2 3 4 5 6 7 8 എന്നിട്ടിട്ട് ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് മൈനസ് എന്ന് എഴുതുക. ഇനിയും ഓർ അല്ലെങ്കിൽ എന്തെന്ന് എഴുതുക, ഓർ സിംപിളി Na പ്ലസ് Cl മൈനസ് എന്ന് എഴുതുക. അല്ലെങ്കിൽ ഓർ എന്തെന്ന് എഴുതുക, വെറും എന്തെന്ന് എഴുതുക, NaCl എന്ന് എഴുതുക. ഇത്രയേ ഉള്ളൂ. ഇതാണ് കറക്റ്റ് കേട്ടോ. അതുകൊണ്ട് ഇതാണ് കറക്റ്റ്. നിങ്ങൾ ടെക്സ്റ്റിനകത്താണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, പക്ഷെ ഇതാണ് കറക്റ്റ്. എഴുതിയോ, വരച്ചോ? മിഷേൽ എഴുതിയോ? ദിവ്യ? ഓക്കെ. അപ്പോൾ അടുത്ത ഹെഡിങ് ഓർബിറ്റ് സ്ട്രക്ചർ ഓഫ് ഫോർമേഷൻ ഓഫ് മഗ്നീഷ്യം ക്ലോറൈഡ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഗ്നീഷ്യം വരയ്ക്കുക. നമുക്കറിയാമല്ലോ, എൻ്റെ കൂടെ വരച്ചങ്ങ് പോട്ടെ കേട്ടോ, മഗ്നീഷ്യം ക്ലോറൈഡ്. മഗ്നീഷ്യത്തിൻ്റെ ഒരു എന്ത് വരയ്ക്കുക, Mg. ഇതാണ് മഗ്നീഷ്യം ന്യൂക്ലിയസ്. മഗ്നീഷ്യം 282 ആണ്. അപ്പം ഒരു ഷെല്ല് 1 2 ഷെല്ല് 3 ഷെല്ല്. ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ്. 1 2 3 4 5 6 7 8. മൂന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്. ഇത് ആരുമായിട്ടാണ് ചേരുന്നത്? ഇത് ക്ലോറിനുമായിട്ടാണ് ചേരുന്നത്, അല്ലയോ? ക്ലോറിനുമായിട്ട് നോക്കിയോ, പ്ലസ് എന്ന് എഴുതാം. അപ്പം Mgക്ക് ഒരു ക്ലോറിന് എത്ര ഇലക്ട്രോൺ വാങ്ങാം? ഒരെണ്ണം. അപ്പോൾ Mgക്ക് എത്ര ഇലക്ട്രോൺ കൊടുക്കാനുണ്ട്? 2 എണ്ണം. അപ്പോൾ ഒരു ക്ലോറിൻ പറ്റുമോ? ഇല്ല. അപ്പോൾ 2 ക്ലോറിൻ വരയ്ക്കണം. അപ്പം 2 ക്ലോറിൻ ഉണ്ട്, ഒരു ക്ലോറിൻ ഉണ്ട് ഇവിടെ. Cl 1 2 3. ഒന്നാമത്തെ ഷെല്ലിൽ 1 2, രണ്ടാമത്തെ ഷെല്ലിൽ 1 2 3 4 5 6 7 8. മൂന്നാമത്തെ ഷെല്ലിൽ 1 2 3 4 5 6 7. അടുത്ത ക്ലോറിൻ അതിൻ്റെ താഴെ തന്നെ Cl. Cl ന്യൂക്ലിയസ്, ഒന്നാമത്തെ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല്. ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ്, മൂന്നാമത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോൺസ്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ ഓരോ ഇലക്ട്രോൺ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഇവിടത്തെ ഈ ഇലക്ട്രോൺ പറഞ്ഞാൽ മുകളിൽ പറഞ്ഞാൽ താഴെയായിട്ട് അങ്ങ് വരയ്ക്കുക. അതാകുമ്പോൾ നമുക്ക് കാണിക്കാൻ എളുപ്പമാണ്. ഇപ്പുറത്തെ മഗ്നീഷ്യത്തിൻ്റെ ഒരു ഇലക്ട്രോൺ ഞാൻ തേണ്ടി ഇവിടെയും വരയ്ക്കുന്നു, ഒരു ഇലക്ട്രോൺ തേണ്ടി ഇവിടെയും വരയ്ക്കുന്നു. അപ്പോൾ ഇവിടെ ക്ലോറിനും എന്ത് ചെയ്യണം? ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടും വരണം, ഇതിനും വരണം, ഇങ്ങോട്ടും വരണം. അപ്പം ഉണ്ടാകുമ്പോൾ നോക്കിയോ, ഉണ്ടാകുമ്പോൾ തേണ്ടി ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. അതായത് മഗ്നീഷ്യം അതിൻ്റെ സൈസ് കുറയും അല്ലേ? മഗ്നീഷ്യത്തിൻ്റെ സൈസ് കുറയും. 1 2 ആവും അല്ലേ? 2 ഷെല്ലാവും. അതിൻ്റെ ഒന്നാമത്തെ ഷെല്ലിൽ 2ഉം എന്താ ബാക്കി മറ്റേ ഷെല്ലിൽ 8ഉം. 1 2 3 4 5 6 7 8. പക്ഷേ 2 എണ്ണം പോയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം?
നമ്മളൊരു ബ്രാക്കറ്റ് ഇട്ടിട്ട് 2+ എന്ന് എഴുതണം. ക്ലോറിൻ 2 ക്ലോറിനാണ് ഇല്ലയോ? അപ്പോൾ 2 ക്ലോറിൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 2 സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ ഒരെണ്ണം 2 എന്ന് എഴുതിയിട്ട് അങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം, ഒരു പ്രശ്നമില്ല. ഇവിടെ നിങ്ങളുടെ സെപ്പറേറ്റ് ആയിട്ടാണ് നിങ്ങൾ ടെക്സ്റ്റ് കിടക്കുന്നതും കൊണ്ട് ഞാൻ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് വരയ്ക്കുന്നത്. Cl 1 2 3, അതേപോലെ തന്നെ Cl 1 2 3. എന്നിട്ട് ഇതിന് ബ്രാക്കറ്റ് ഇടുക, ഇവിടെ ഒരു മൈനസ്, ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇടുക, ഇവിടെ ഒരു മൈനസ്. എന്നിട്ട് അതിൻ്റെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം വെച്ചോണം. 1 2 1 2 3 4 5 6 7 8. വെളിയിലും 1 2 3 4 5 6 7 8. ഇവിടെ അതേപോലെ തന്നെ 1 2 1 2 ഇവിടെ 1 2 3 4 5 6 7 8. ഇവിടെ 1 2 3 4 5 6 7. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂളംബിക് ഫോഴ്സ് ഉണ്ട്, ഇവർ തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൂളംബിക് ഫോഴ്സ് ഉണ്ട്. ഈ കൂളം ഫോഴ്സ് എന്ന് പറയുമ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് അർത്ഥം കേട്ടോ. നിങ്ങളിതിന് കൂളം ഫോഴ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. കൂളം ഫോഴ്സ് മീൻസ് അട്രാക്റ്റീവ് ഫോഴ്സ് അഥവാ റിപ്പൾസീവ് ഫോഴ്സും ഉണ്ട്. പക്ഷെ ഇവിടെ ഓപ്പോസിറ്റ് ചാർജ് ആയതുകൊണ്ട് അട്രാക്റ്റീവ് ഫോഴ്സ്. ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. ഈ ഓർബിറ്റ് സ്ട്രക്ചർ പഠിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓർബിറ്റ് സ്ട്രക്ചർ ഇസ് നോട്ട് ഇൻ സിലബസ് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇപ്പം നമ്മൾ വരച്ച എന്തായാലും പഠിച്ചോ, നിങ്ങൾക്ക് ചോദിക്കുന്നു. പക്ഷേ ഇത് നോട്ട് ഇൻ സിലബസ് ആണ്. കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു. ഞാൻ ഇപ്പോഴത്തെ എനിവേ കുഴപ്പമില്ല, അതിൻ്റെ ഒന്നുമില്ല. ഓർബിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞേ ഉള്ളൂ. ഇതാണ് ഓർബിറ്റൽ സ്ട്രക്ചർ. ഓക്കെ, ഇനി അപ്പോൾ എഴുതിക്കോ. ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ ഉണ്ട്, അത് ഉറപ്പായിട്ടും. ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ ഇതാ ഹെഡിങ്. ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ ഓഫ് മഗ്നീഷ്യം ക്ലോറൈഡ്. അവിടെ നമുക്ക് Mg ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ മാത്രം മാർക്ക് ചെയ്താൽ മതി. പ്ലസ് 2 ക്ലോറിനാണ്. 1 2 3 4 5 6 7. ഇവിടെയും 1 2 3 4 5 6 7 ഔട്ടർ മോസ്റ്റ് ഷെല്ല്. അതാണ് ഒരു ഇലക്ട്രോൺ ഇവിടുന്ന് ഇങ്ങോട്ട് സപ്ലൈ ചെയ്യും, ഇവിടുന്ന് ഇങ്ങോട്ട് സപ്ലൈ ചെയ്യും. അപ്പോൾ ഉണ്ടാകുന്നത് Mg എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് 2+ എന്ന് എഴുതുക. അതേപോലെ തന്നെ എത്ര ക്ലോറിനുണ്ട്? 2 ക്ലോറിൻ. അത് ഒരുമിച്ച് അങ്ങ് എഴുതിയാൽ മതി. 2 ഇൻറ്റു എന്താണ് Cl എന്ന് എഴുതിയിട്ട് അപ്പുറത്തുനിന്ന് വന്ന് 8 ഒരു ഇലക്ട്രോണും കൂടെ ചേർത്തിട്ട് എത്രയായി? 8 ഇലക്ട്രോൺസ് ആയി. കണ്ടോ? Cl. ഓക്കെ, ഇതിനകത്ത് ഈ കാൽസ്യം ഓക്സൈഡിനെ നിങ്ങൾ തന്നെ വരയ്ക്കണേ. അത് നിങ്ങൾ തന്നെ വരച്ചോ, നിങ്ങൾക്ക് തന്നെ വരയ്ക്കാൻ ഞാൻ തന്നിരിക്കുകയാണ്. ഇടയെ ഓർബിറ്റ് സ്ട്രക്ചർ വരയ്ക്കേണ്ട എന്നുള്ളതാണ് ഇപ്പം നിങ്ങളുടെ ഇത് പുതിയ ടെക്സ്റ്റ് അല്ലേ? ആണോ? പുതിയ ടെക്സ്റ്റ് ആരുടെയില്ല ഉള്ളേ? മിഷേലിൻ്റെ പുതിയ ടെക്സ്റ്റ് ഉണ്ടോ? മിഷേലേ, അതിനകത്ത് 25ാമത്തെ അതിനകത്തെ പേജിനകത്ത് എവിടെയെങ്കിലും ഓർബിറ്റ് സ്ട്രക്ചർ നോട്ട് ഇൻ സിലബസ് എന്ന് വല്ലതും എഴുതിയിട്ടുണ്ടോ? ഇല്ല. ഓർബിറ്റ് സ്ട്രക്ചർ ശരിക്കും കഴിഞ്ഞ വർഷം ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ വർഷം ഞാനങ്ങ് പഠിപ്പിച്ചതാണ്. പക്ഷെ അതും ഇപ്പോൾ വായിച്ചു നോക്കിയപ്പോൾ അതും ഇല്ല. എനിവേ, നിങ്ങളത് പഠിച്ചപ്പോൾ മനസ്സിലായല്ലോ ഓർബിറ്റ് സ്ട്രക്ചർ എങ്ങനെ വരയ്ക്കുന്നതാണ്. ഓക്കെ, ഇനിയും കാൽസ്യം ഓക്സൈഡിനെ നിങ്ങൾ തന്നെ വരയ്ക്കുക കേട്ടോ. അതായത് ഓർബിറ്റൽ സ്ട്രക്ചറും വരയ്ക്കുക, അതേപോലെ തന്നെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ നിങ്ങൾ തന്നെ വരയ്ക്കുക. അതിനുള്ള സ്പേസ് വിട്ടിട്ട് അടുത്ത താഴോട്ട് ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതിക്കോ. അതിനുള്ള സ്പേസ് വിട്ടിട്ട് ഡോട്ട് ഇട്ടിട്ട് എഴുതിക്കോ. ഇലക്ട്രോ പോസിറ്റീവ്
പോസിറ്റീവ് atom undergoes oxidation. ബ്രാക്കറ്റിൽ ലോസ് ഓഫ് ഇലക്ട്രോണെയാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണേൽ ഒരു എക്സാമ്പിൾ എടുക്കാം. സോഡിയം ഒരു ഇലക്ട്രോ പോസിറ്റീവ് ആറ്റം അല്ലേ? പോസിറ്റീവ് ആണല്ലേ ഉണ്ടാക്കുന്നത്? ആണ്. എന്താ സംഭവിക്കുന്നത്? എങ്ങനെ പോസിറ്റീവ് ആണ് ഉണ്ടാക്കുന്നത്? ഒരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? Na+ ഉണ്ടാകുന്നത്. കണ്ടോ? അപ്പോൾ ഇവിടെ ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ് നടക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഇനിയും അടുത്ത ഡോട്ട് ഇട്ടിട്ട് ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം undergo റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ്. അതിന് വേണം നമുക്കൊരു എക്സാമ്പിൾ കൊടുക്കാം. എക്സാമ്പിൾ Cl- എന്തുവാ ചെയ്യുന്നത്? Cl- സ്റ്റേബിൾ ആവണേ എന്ത് ചെയ്യണം? ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്യണം? Cl- ന്യൂട്രൽ ആവണേ എന്താ ചെയ്യേണ്ടത്? Cl- ന്യൂട്രൽ ആവണേ എന്താണ് ചെയ്യേണ്ടത്? Cl- ഇപ്പോൾ ചാർജ്ഡാ. അതിനകത്ത് എത്ര എണ്ണം ഉണ്ട്? 288 ഉണ്ടല്ലോ. സോറി, ഇവിടെ വരുമ്പോൾ Cl- ഓക്കെ. Cl വേറൊരു എക്സാമ്പിൾ എഴുതാം. Cu2+. Cu2+ നമ്മുടെ ഇലക്ട്രോ നെഗറ്റീവ് അല്ലേ? ക്ലോറിൻ്റെ തന്നെ എഴുതണം, ഇലക്ട്രോ നെഗറ്റീവ്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം. ക്ലോറിൻ ക്ലോറിനൊരിക്കലും Cl എന്ന് എഴുതത്തില്ല. ക്ലോറിൻ മോളിക്കൂളാണ് Cl2 എന്ന് എഴുതത്തുള്ളൂ. അപ്പോൾ 2 ക്ലോറിൻ ചേർന്നിട്ടാണ് ഒരു ക്ലോറിൻ മോളിക്കൂൾ ഉണ്ടാകുന്നത്. അവൻ ഇതാണോ എന്ത് ചെയ്യണം? അയോണാണ് എന്ത് ചെയ്യണം? ഇവിടെ ഒരു ക്ലോറിൻ, ഒരു Cl ആണ് എന്ത് ചെയ്യണം? നിങ്ങൾ ഞാൻ എക്സാമ്പിൾ പറയാം. ഒരു Cl ആണ് എന്ത് ചെയ്യണം? ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യണം, എന്നിട്ട് Cl- ആവും. അപ്പം Cl2 എന്ന് പറയുന്ന ആൾ എത്ര ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്താലാണ് പറ്റുക? 2 എണ്ണം. അപ്പോൾ Cl2 2 ഇലക്ട്രോണിനെ ഇതാക്കിയിട്ട് 2Cl- ആവും. മനസ്സിലായോ? കണ്ടോ? അതുകൊണ്ടാണ് ഇത് ഇലക്ട്രോ നെഗറ്റീവ് ആണ്. ഇലക്ട്രോ നെഗറ്റീവ് റിഡക്ഷൻ അണ്ടർഗോ ചെയ്തത്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, എഴുതി. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. Na+ Cl2 gives NaCl. എവിടാണ് ഓക്സിഡേഷൻ നടന്നത്? എവിടാണ് റിഡക്ഷൻ നടന്നത്? ആരാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്, ആരാണ് റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് ചോദിക്കും. അപ്പോൾ മനസ്സിലാക്കേണ്ടത് Na ഇവിടെ വന്നപ്പോൾ എന്തായിട്ട് മാറി? Na+. NaCl എങ്ങനെ എഴുതണമെന്നാണ് പറയുന്നത്? Na+ഉം Cl- ആക്കി എഴുതണമെന്നാണ് പറഞ്ഞത്. ഓർ NaCl എന്ന് വേണമെങ്കിലും എഴുതാം. അപ്പോൾ Na ഇവിടെ വന്നപ്പോൾ Na+ ആയെങ്കിൽ അതിനർത്ഥം എന്തുവാ? ഇവിടെ ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ് സംഭവിച്ചത്. ലോസ് ഓഫ് ഇലക്ട്രോൺ ഇല്ലേ? അതപ്പോൾ എന്താണ്? ഓക്സിഡേഷൻ ആണ്. അപ്പോൾ Na-ക്ക് ഓക്സിഡേഷൻ സംഭവിച്ചു. Cl- ഇങ്ങോട്ട് വന്നപ്പോൾ ഇത് 2 എന്ന് കൊടുക്കാം, ഇത് 2 എന്നും കൊടുക്കാം. Cl- ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ Cl- ആകാൻ കാരണം എന്താ? ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തുകൊണ്ടാണ്. ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ്. അതിനെന്തെന്ന് പറയാം? റിഡക്ഷൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ സോഡിയത്തിന് ഓക്സിഡേഷൻ സംഭവിച്ചു, ക്ലോറിന് റിഡക്ഷൻ സംഭവിച്ചു. ഓക്കെ ആണല്ലോ? എഴുതും.
ഇടുന്നുണ്ടോ? ക്ലിയർ ആണോ നിങ്ങളെ? ഒരു ടോപ്പിയോടെ പഠിച്ച് ഇന്നത്തെ ക്ലാസ് അതിൻ്റെ ചെയ്യാം. നോക്കിക്കോളൂ. Fe2O3 plus 2Al gives 2Fe plus Al2O3. ഇതിനകത്ത് ഓക്സിഡേഷൻ എവിടെ നടന്നു, റിഡക്ഷൻ എവിടെ നടന്നു, ഓക്സിഡൈസിങ് ഏജന്റ് ഏതാ, റെഡ്യൂസിങ് ഏജന്റ് ഏതാ എന്നും കൂടെ കണ്ടുപിടിക്കണം. നോക്കിയോ, അതായത് Fe2O3 പ്ലസ് 2Al gives 2Fe plus Al2O3. ഇവിടെ നോക്കിയേ, ഈ Fe2O3 വേണ്ട ഇവിടെ വന്നപ്പോൾ എന്തായിട്ട് മാറി? Fe ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഇതിനകത്തുനിന്ന് ഓക്സിജൻ റിമൂവ് ആയി. ഇവിടെ റിമൂവൽ ഓഫ് ഓക്സിജനാണ് നടന്നത്. റിമൂവൽ ഓഫ് ഓക്സിജൻ നടന്നു. റിമൂവൽ ഓഫ് ഓക്സിജൻ എന്താണെന്നറിയാമോ? റിഡക്ഷൻ ആണ്. അത് ആർക്കാണോ അതാ ഞാൻ ഇവിടെ വരുമ്പോൾ പറഞ്ഞുതരാം. നോക്കിയോ, ഇവിടെ എന്താ അലൂമിനിയത്തിന് ഇവിടെ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഓക്സിജൻ ആഡായി, അതായത് അഡീഷൻ ഓഫ് ഓക്സിജനായി, ആഡ് ഓക്സിജനെ നമ്മൾ എന്തെന്ന് പറയും? ഓക്സിഡേഷൻ എന്ന് പറയും. നേരത്തെ നമ്മൾ ലോസ് ഓഫ് ഇലക്ട്രോൺ ഓക്സിഡേഷൻ എന്നും ഗെയിൻ ഓഫ് ഇലക്ട്രോൺ റിഡക്ഷൻ എന്നും പറഞ്ഞ പോലെ തന്നെ അഡീഷൻ ഓഫ് ഓക്സിജൻ ഓക്സിഡേഷനും റിമൂവൽ ഓഫ് ഓക്സിജൻ റിഡക്ഷനുമാണ്. ഇനി നോക്കിയോ, ആർക്കാണോ റിഡക്ഷൻ നടന്നത്, ഇവൻ നല്ലൊരു റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും. ആർക്കാണോ റിഡക്ഷൻ നടന്നത് നല്ലൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആയിരിക്കും. ഓക്സിഡൈസിങ് ഏജന്റ്. ഇനി ആർക്കാണോ ഓക്സിഡേഷൻ നടന്നത്, ഇവനല്ലേ ഓക്സിഡേഷൻ നടന്നത്, അതുകൊണ്ട് അവൻ നല്ലൊരു റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വരുന്നത്. ക്ലിയർ ആണോ? എഴുതി കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇങ്ങനെ നിർത്താം. അപ്പോൾ നേരത്തേതിനകത്ത് ആർക്കാ ഓക്സിഡേഷൻ നടന്നത്? സോഡിയത്തിന്. അപ്പോൾ സോഡിയം ഒരു റെഡ്യൂസിങ് ഏജന്റാണ്. ക്ലോറിനാണ് റിഡക്ഷൻ നടന്നത്. അപ്പോൾ ക്ലോറിൻ നല്ലൊരു ഓക്സിഡൈസിങ് ഏജന്റാണ്. മനസ്സിലായോ? മിഷേലിനും ദിവ്യയ്ക്കും മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിർത്താം. നാളെ ഇല്ല, മറ്റന്നാളെ ക്ലാസ് എടുക്കാം. മറ്റന്നാളെ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ അന്ന് നമുക്ക് നോക്കട്ടെ, മാക്സിമം രണ്ടും കൂടെ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. നോക്കിയിട്ട് നമുക്ക് അടുത്തൊരു പാർട്ട് കോവാലൻ്റ് ബോണ്ടിങ് ആണ്, അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് തീർക്കാം. പിന്നെ അടുത്തൊരു ക്ലാസ് വെച്ചിട്ട് കോർഡിനേറ്റ് ബോണ്ടിങ് കൂടെ തീർത്ത് കഴിഞ്ഞാൽ ചാപ്റ്റർ തീർന്നു.